അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സ്റ്റിയറിംഗ് റോഡിൽ ചെറിയൊരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും സോ എന്ന് പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ മറ്റുള്ള വണ്ടി അടിക്കുന്ന അതേ എമൗണ്ടിൽ ഫ്യൂൽ അടിച്ചാൽ ട്രിവാൻഡ്രം പോയി തിരിച്ച് വന്നാലും എനിക്ക് ബാക്കി പെട്രോൾ ഇതിനകത്ത് കാണാം. സർവീസ് കോസ്റ്റ് എത്രയായി? 10,000 20,000 സർവീസ് ഞാൻ വെരി ഹാപ്പി ഹുണ്ടയുടെ. അതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഹുണ്ടായി തന്നെ പോയത്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിനകത്തുണ്ട്. പിന്നെ വേറൊരു നെഗറ്റീവ് പലരുടെയും ആദ്യത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ചെറിയ വാഹനങ്ങളായിരിക്കും. പലരും 2 വീലേഴ്സിൽ നിന്ന് 4 വീലറിലോട്ട് മാറാൻ സാധ്യതയുള്ള വാഹനങ്ങളാണ് നമ്മുടെ ആൾട്ടോ, അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻഡ്രോയുടെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ കോമ്പറ്റേറ്ററായിട്ട് വരുന്ന വാഗനാർ, അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെതായിട്ട് പല വാഹനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന വാഹനങ്ങളും ഇത്തരം വണ്ടികളായിരിക്കും. കൂടുതലും മാരുതി സുസുക്കി ആയിരുന്നു ആശ്രയിക്കുന്നത്. ആ മാരുതി സുസുക്കി വേണ്ട എന്ന് താല്പര്യമുള്ളവർക്ക് ഹ്യുണ്ടായി വേറൊരു ബ്രാൻഡ് വേണമെന്നുള്ളവർ ഹ്യുണ്ടായിലോട്ട് പോകും. ഇതിൻ്റെ സാൻഡ്രോയുടെ പഴയ സാൻഡ്രോ എന്തുമാത്രം വിജയമായിട്ടുണ്ട് വാഹനമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതിനുശേഷം പുതിയ ജനറേഷൻ സാൻഡ്രോ കൊണ്ടുവന്നു. മറ്റ് ഐറ്റൻ്റെ പഴയ ഇത് തന്നെ സാൻഡ്രോ എന്ന പേരിൽ ഇറക്കി. എങ്കിലും ഒരു സാൻഡ്രോ തന്നെയാണിത്. പഴയ സാൻഡ്രോയുടെ അത്രയും ഒരു കാപ്പബിലിറ്റിയോ അതിൻ്റെ അത്രയും ഒരു പെർഫോമൻസോ ഉണ്ടാവുമോ എന്ന് തോന്നുന്നില്ല. എങ്കിലും ഒരു ഹ്യുണ്ടായിയുടെ ഒരു സ്മോൾ കാർ എന്ന രീതിയിൽ ഈ വാഹനവും അധികം വിറ്റ് പോയില്ലെങ്കിലും അത്യാവശ്യം വാങ്ങിയവർക്ക് പ്രിയപ്പെട്ട വാഹനങ്ങൾ തന്നെയാണ്. ഇതിന് മുകളിലോട്ടുള്ള i10 ഉണ്ട്. പിന്നെ ഇതിപ്പോൾ i10 നിയോസ് ആയിട്ട് ഇപ്പം കാണാമെന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് സാൻഡ്രോയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടില്ല. അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പുതിയ സാൻഡ്രോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ യൂസ്ഡ് കാർ മാർക്കറ്റിൽ സാൻഡ്രോസ് നമ്മൾ കാണാറുണ്ട്, അതൊക്കെ വാങ്ങാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ? ഫാമിലീസിന് കൺജസ്റ്റഡ് ആയിട്ട് പോകേണ്ടി വരും, അത് അത്യാവശ്യം സ്പേഷ്യസ് ആണോ ഇൻറ്റീരിയർ? പവർ ഫിഗേഴ്സിൻ്റെ കാര്യം 1.1 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. നമ്മുടെ i10 i20 1.2 കപ്പാസിറ്റീസ് എഞ്ചിനൊക്കെ വരാറുണ്ട്. ഇതിന് 1.1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും? ഹ്യുണ്ടായി ആയതുകൊണ്ട് മൈലേജ് കിട്ടുമോ? മാരുതി സുസുക്കിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിന് ഹ്യുണ്ടായിസിന് മൈലേജ് കുറവാണെന്നുള്ളൊരു പേരുണ്ട്. അപ്പം ഇതിന് എത്ര കിട്ടുന്നുണ്ട്? അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇന്നത്തേത്. അപ്പം അതൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതിപ്പം സാൻഡ്രോയുടെ യൂസറും എത്തിക്കഴിഞ്ഞു. ഹായ് റോഷ് ബ്രോ, നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹ്യുണ്ടായി എൻലൈനിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമുക്ക് സാൻഡ്രോയുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പം സാൻഡ്രോ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുന്ന ഒരു എൻട്രി ലെവൽ കാറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം ബ്രോയുടെ എൻട്രി ലെവൽ കാർ ആയിരുന്നു ഇത്? എങ്ങനെയായിരുന്നു സാൻഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്? അല്ല, എൻട്രി ലെവൽ കാറല്ല. ഇതിന് മുമ്പ് ഞാൻ വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എൻട്രി ലെവൽ എന്ന് പറയാനായിട്ട് ഷെവർലെ ബീറ്റ് ആയിരുന്നു ഫസ്റ്റ് കോളേജ് ഒക്കെ യൂസ് ചെയ്തത്. ഈ സാൻഡ്രോയിലേക്ക് വന്നത് കാരണം പിന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസിന് നമ്മൾ ആലോചിച്ചുകൊണ്ടാണ്. കാരണം നമുക്കൊരു കുഞ്ഞൊരു വണ്ടി വേണം. പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്ററിന് ലൈസൻസ് കിട്ടുന്നു, അച്ഛന് ഓൾറെഡി ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടിക്ക് അധികം ഓടിക്കത്തില്ല. നമ്മൾ തന്നെയാണ് ഫുൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ നമുക്കൊരു പാരയായി വന്നു. കാരണം എല്ലാ ഫംഗ്ഷനും നമ്മളെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പം അച്ഛനെ ഒന്ന് കൈ തെളിയിപ്പിക്കണം, അതിലൂടെ അനിയത്തിക്ക് ലൈസൻസ് കിട്ടുമ്പോൾ അവളെ ഒന്ന് കൈ തെളിയിപ്പിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളൊരു വാഹനം വേണമെന്നുള്ളൊരു ചിന്ത വന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പം നമ്മൾ പല വാഹനങ്ങളും നോക്കി. ഇപ്പോൾ വാഗനാറായിരുന്നു പ്രൈമറി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വാഗനാർ 2-3 കണ്ടു, പക്ഷെ നമുക്കൊന്നും ശരിയായില്ല. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഗ്രാൻഡ് i10 കണ്ടു. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് i10 നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ OLX-ലൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി കയറി വരുന്നുണ്ടായിരുന്നു ആഡിൽ, യൂസ്ഡ് കാർ മാർക്കറ്റിൽ. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം കുറച്ച് പോയിന്റ്സ് അന്ന് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് പുതിയ വണ്ടിയാണ്, ലോഞ്ച് ചെയ്ത് 2018 ഒക്ടോബറൊക്കെ ആയപ്പോൾ ലോഞ്ച് ചെയ്തത്. അപ്പം യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു വാറണ്ടി നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ സാൻഡ്രോ എന്നുള്ള വണ്ടി നമ്മൾ റിസർച്ച് ചെയ്ത് തുടങ്ങി. ഒരുപാട് വീഡിയോസ് കണ്ടു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ കമ്പറ്റേറ്റർ നോക്കുമ്പോൾ ടിയാഗോയും വാഗനാറും ആയിരുന്നു. അതിനകത്ത് ഇല്ലാത്ത കുറേ ഫസ്റ്റ് ആൻഡ് സെഗ്മെന്റ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ, പിന്നെ ബാക്കിൽ AC വെൻസ്, പവർ വിൻഡോ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ പോരാതെ ഏറ്റവും അന്ന് ഒരു നല്ലൊരു ഫീച്ചർ ആയിരുന്നത് ഇതിനകത്ത് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1.1 ലിറ്റർ 4 സിലിണ്ടർ. വാഗനാർ 3 സിലിണ്ടർ ആയിരുന്നു, അതിനൊക്കെ ടിയാഗോയും 3 സിലിണ്ടർ ആയിരുന്നു. അപ്പം ഇതൊരു 4 സിലിണ്ടർ ആയതുകൊണ്ട് അത്രയും റിഫൈൻമെൻറ്റ് നമുക്ക് കിട്ടും. പിന്നെ ആവശ്യത്തിന് നല്ലൊരു മൈലേജ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് അവരുടെ റിവ്യൂ അനുസരിച്ച്. പക്ഷെ എൻ്റെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട്
സ്പേസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. അപ്പോൾ പല വണ്ടികളിലും ഫാമിലി തന്നെ നമ്മൾ ഒരു ഐക്കൺ ഉണ്ടായിരുന്നു അങ്കിളിന്. ആ ഐക്കൺ നല്ലൊരു വണ്ടി, വലിയ വലിപ്പമുള്ള വണ്ടിയായിട്ട് തോന്നുമെങ്കിലും അതിനകത്ത് ഞാൻ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്ന് ഫുള്ള് ബാക്കിലോട്ട് ഇട്ടാൽ ഒരു മനുഷ്യർക്കും, ഒരു കൊച്ചു കുഞ്ഞിന് പോലും ബാക്കിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു കൺസേൺ ഇതിനകത്ത് അതുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് സ്റ്റിയറിംഗ് ഫിക്സ്ഡ് ആണെന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണ് നമ്മൾ സാൻഡ്രോ ചൂസ് ചെയ്തത്. എനിക്കൊരു വണ്ടി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കൊല്ലത്ത് 2 സ്ഥലത്ത് ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ ആ വണ്ടി, ഒരു വെള്ള സാൻഡ്രോ പോയി കണ്ടത്. ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ ബാക്കിൽ കയറി ഇരിക്കുക. അത് കണ്ടപ്പോൾ ഐ വാസ് ഇംപ്രസ്ഡ്. വണ്ടി ഓടിച്ചൊന്നും നോക്കിയില്ല. പിന്നെയാണ് ഈ വണ്ടി ഞങ്ങൾ കാണുന്നത് യൂസ്ഡ് കാർ ഷോറൂമിൽ. പുതിയ വണ്ടിയായിരുന്നു, 2020 എടുത്ത വണ്ടി. 6500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പലർക്കും ഒരു വിഷമല്ല, ഒരു ഡൗട്ടാണ് സെക്കൻഡ് ഹാൻഡ് ഒരു യൂസ്ഡ് കാർ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ കാണുമെന്നുള്ളത്. ഞങ്ങൾക്കും അങ്ങനെ പല ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പല വണ്ടിയും കണ്ടു, പലതിനും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വണ്ടി പക്ഷേ പുതിയതാണ്, ഇത്രയും കിലോമീറ്റർ ഓടിയോണ്ടാണ് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2021 ഡിസംബർ 30. ഒരു വർഷം മാത്രം പഴക്കമുള്ളായിരുന്നു ഏകദേശം. അതെ, ഒരു 1 year ആയിട്ടുള്ളായിരുന്നു. അപ്പം ഒരു വർഷം മാത്രം പഴക്കമുള്ളായിരുന്നു അന്ന് അല്ലേ? അതെ, ഏകദേശം ഒരു വർഷം പഴക്കം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എത്ര വർഷം പഴക്കമാണെങ്കിൽ നമുക്ക് വണ്ടി ഇന്റീരിയറൊക്കെ നമ്മൾ പോയി കണ്ടു. പക്ഷെ നമുക്ക് എഞ്ചിൻ സൈഡ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കുറച്ച് അറിയാൻ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് വണ്ടി നോക്കി കണ്ടു. ചേട്ടാ കുഴപ്പമില്ല, വണ്ടി ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ച് ഡ്രൈവ് ചെയ്ത് നോക്കി. അങ്ങനെ നമ്മളിത് ഫിക്സ് ചെയ്തു. അന്ന് തന്നെ നമ്മളിത് വണ്ടി എടുത്തു. ശരിക്കും എൻ്റെ അമ്മയ്ക്ക് അനിയത്തിക്കും പോലും അറിയത്തില്ല വണ്ടി എടുത്തെന്നുള്ള കാര്യം. വീട്ടിൽ വണ്ടി കാറ് വന്നപ്പോഴും അറിയുന്നത് വണ്ടി എടുത്തെന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം തന്നെ 30-ാം തീയതി ഞങ്ങൾ എടുക്കുന്നു. 31-ാം തീയതി ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു കാര്യത്തിന് പോകണമായിരുന്നു ഫാമിലിയായിട്ട്. ഫസ്റ്റ് റോഡ് ട്രിപ്പ് തന്നെ രാവിലെ തന്നെ എറണാകുളത്തേക്ക് വിടുന്നു, നെടുമ്പാശ്ശേരിയിലേക്ക് വിട്ടു. ഓൾമോസ്റ്റ് 180 കിലോമീറ്റേഴ്സ് ടു ആൻഡ് ഫ്രോ. ഞാൻ ആദ്യമായിട്ടാണ് സാൻഡ്രോ ആ സമയത്ത് ഓടിക്കുന്നത് തന്നെ. പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിരുന്നു, 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. എൻജിൻ നല്ല കംഫർട്ടായിരുന്നു, റിഫൈൻഡ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു പവർ, വലിയ പവർ നമ്മൾ പറയാനില്ല. പക്ഷെ ഈ ഒരു ഹാച്ച് ബാക്കിന് റിലാക്സേഷൻ പവർ എന്ന് പറയുന്നത് ബിടി ഞാൻ കോളേജ് ഡേയ്സിൽ യൂസ് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു. പിന്നെ കുറച്ചാൾ നമ്മൾ ഫാമിലി വണ്ടികളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. XUV അങ്ങനെ പവർഫുൾ വണ്ടികളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു വണ്ടി വേണമെന്ന് തോന്നിയപ്പോഴാണ് ഇതിനകത്തോട്ട് വന്നത്. ബീറ്റ് എനിക്കൊന്ന് 1.2 ലിറ്റർ അത്രയും പവർഫുൾ ഒരു എഞ്ചിനാണ്. പക്ഷേ അല്ല, പെട്രോൾ ആയിരുന്നു. അതെ. അങ്ങനെ നമ്മൾ സാൻഡ്രോയിലോട്ട് കുഞ്ഞു വണ്ടിയാണ് നമുക്ക് വേണ്ടത്. കാരണം സിറ്റി യൂസ് ആണ് മെയിൻ ആയിട്ട് നമുക്കുള്ളത്. അപ്പം ഹൈവേ റണ്ണിന് നമുക്ക് വേറെ ഫാമിലിയിൽ വേറെ വണ്ടിയുടെ വെന്യൂ ഉണ്ട്. ആ സമയത്ത് വെന്യൂ ഇല്ലായിരുന്നു. പക്ഷേ മെയിൻ സിറ്റി, കാരണം അച്ഛനും അനിയത്തിയൊക്കെ അപ്പം അമ്മ വീട്ടിലും 90% കൊല്ലത്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് മെനൂവർ ചെയ്യണം. പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. കാരണം കുഞ്ഞു വണ്ടിയാണ്, നമുക്ക് സുഖം എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. പിന്നെ ലോ കോസ്റ്റ് വണ്ടിയായതുകൊണ്ട് മെയിനായിട്ട് റീസൺ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും അനിയത്തിക്ക് ഒരു കൈ തെളിയാനാണ്. പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ട് തട്ടുന്നതിനെക്കാട്ടി പേര് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി തട്ടിയാലും വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഒരു പുതിയ വണ്ടി സെക്കൻഡ് ഹാൻഡ് കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. അന്ന് നമുക്ക് കോസ്റ്റ് ഓൾമോസ്റ്റ് 5.2. അത് പുതിയത് ഫുൾ ഓപ്ഷൻ ആണ്, ആസ്റ്റ മോഡല് 7.25 ആയിരുന്നു ഫുൾ ഓപ്ഷൻ അന്ന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെഗ്മെന്റിൽ തന്നെ നമ്മൾ ടിയാഗോയ്ക്ക് 7.5 അകത്തായിരുന്നു പുതിയ ടോപ്പ് എൻഡ് വരുന്നത് ഓട്ടോമാറ്റിക്. ഇതിന് ഓട്ടോമാറ്റിക് വരുന്നത് 7.5 അകത്ത് തന്നെയാണ്. സെയിം ഒരു റേഞ്ച് ആയിരുന്നു, അത്രയും വ്യത്യാസമുള്ളൂ. AMT ആണ്. ഇത് മാനുവലാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് ആ ഒരു ഫീച്ചറും ആ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക്, കാരണം പുതിയൊരു വണ്ടിയാണ്, വലിയ പഴക്കമില്ല, 6000. പിന്നെ 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ണടച്ചങ്ങ് എടുത്തു. എന്നിട്ട് ആ ട്രിപ്പ് പോയി വന്നിട്ട് ശേഷം നമ്മൾ 20,000 കിലോമീറ്ററിന്റെ സർവീസിന് നമ്മൾ ഷോറൂമിൽ കയറ്റി. ഇല്ല 6500. പക്ഷെ നമ്മൾ വാറണ്ടി വേണമെങ്കിൽ നമ്മൾ കമ്പനി സർവീസ് കറക്റ്റ് ടൈമിന് ചെയ്യണം. 1 ഇയർ അല്ലെങ്കിൽ കിലോമീറ്റർ ആണല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്തു. അവർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു. അതിനൊരു ഗുണം ഉണ്ടായി, അത് ഞാൻ പറയാം. 2 വർഷം 5 ഇയർ വാറണ്ടി നമ്മൾ എടുത്തു, കമ്പനി വാറണ്ടി. അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, 10,000 to 15 സംതിങ് ആണെന്ന് തോന്നുന്നു. അച്ഛനാണ് അടച്ചത് പൈസ. പക്ഷെ ആ വാറണ്ടിയുടെ ഗുണം നമുക്ക് ഉണ്ടായെന്ന് പറയുന്നത്, കഴിഞ്ഞ സർവീസ് 10,000 കിലോമീറ്റർ സർവീസ് ആയിരുന്നു. ഫസ്റ്റ് നമുക്കൊരു 1 month സർവീസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് 10,000 ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ സർവീസ്. പിന്നെ സെക്കൻഡ് ഇയർ 10,000 കിലോമീറ്റർ സർവീസിന് ചെന്നപ്പോഴാണ് നമ്മൾ യൂഷ്വൽ സർവീസിന് വണ്ടി കേട്ടത്. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സ്റ്റിയറിംഗ് റോഡിൽ ചെറിയൊരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും സാർ എന്ന് പറഞ്ഞു.
അപ്പം നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തോണ്ട് നമുക്ക് ഒരു പൈസ പോലും ആയില്ല. അല്ലെങ്കിൽ നല്ല എക്സ്പെൻസ് ഉള്ള 60,000 70,000 ഫുൾ അസംബ്ലി മാറേണ്ടി വന്നു. അപ്പം ശരിക്കും ഞങ്ങൾ ഓടിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ ഫീൽ ഒന്നും തോന്നില്ല. അവരാണ് പറഞ്ഞത് അങ്ങനെ 2 ആഴ്ചയോളം വണ്ടി അവിടെ ഇട്ടു. അവർ പറഞ്ഞു സാർ കൊണ്ടുപോയിക്കോ, ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്പാർട്സ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമ്പോൾ അറിയിക്കാം. അങ്ങനെ അറിയിച്ചു. ഓൾമോസ്റ്റ് 10 ഡേയ്സ് പണി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ മമ്മിയുടെ ബ്രദർ ഓടിച്ചിട്ടാണ്, പുള്ളിയൊക്കെ അറിയത്തില്ല ഇങ്ങനെ മാറ്റി എന്നുള്ളത്. പുള്ളി അടിച്ച് വണ്ടിക്ക് നല്ല വ്യത്യാസമുണ്ട്, നല്ല സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഫുൾ അസംബ്ലി മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി മറ്റേ വെന്യൂ എടുത്തപ്പോഴും 5 ഇയർ വാറണ്ടി SOT ഫുൾ പാക്കേജ് എടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത് നല്ലതാ. വണ്ടികൾ എടുക്കുമ്പോൾ വാറണ്ടി എടുക്കണമെന്ന് പലരും പറയാറുണ്ട്. അതെ, നമുക്ക് അത് എടുത്തോണ്ട് നമുക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ 1 വർഷം കൂടെ ഇനി വാറണ്ടി ഉണ്ട്. ഇപ്പോൾ 4 ഇയേഴ്സ് ആവുന്ന എടുത്തിട്ട് 1 വർഷം കൂടെ നമുക്ക് വാറണ്ടി ഉണ്ട്. ധൈര്യമായിട്ട് നമുക്ക് ഓടിക്കാം. എത്ര കിലോമീറ്റർ ആയിപ്പോ? ഇപ്പോൾ 21,000 ആയി കറക്റ്റ്. ഇപ്പോൾ സർവീസ് 3 ദിവസത്തിന് മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. പെർഫോമൻസിന് ഒരു 1.1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അപ്പം 4 പേരൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ വലിവൊക്കെ കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു? നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളത് അഡാപ്റ്റ് ആവുമല്ലോ. നമുക്കറിയാം എപ്പോൾ അത് പവർ കിട്ടും, എപ്പോൾ അണ്ടർ പവർ ആവും എന്നുള്ളത്. അപ്പം ഈ വണ്ടി ആദ്യം കിട്ടിയപ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നിടത്ത് പ്രത്യേകിച്ച് ഓവർടേക്കിംഗ് ഒന്നും നമ്മൾ വിചാരിച്ചത് നടക്കുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളിത് പഠിച്ചു. അതായത് ഇതിനകത്ത് തന്നെ ഒരു ഓൺബോർഡ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ പവർ റേഞ്ച് ബാൻഡിന് വിട്ട് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ അത് സിസ്റ്റം ഉണ്ട്. അപ്പം തേർഡിൽ പോവുകയാണെങ്കിൽ ഓവർ പവർ ആകുമ്പോഴത്തേക്ക് ഫോർത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് സിമ്പിൾ കാണിക്കും. അതനുസരിച്ച് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല പവർ റോഡ് കിട്ടും. 2000 RPM മുകളിലാകുമ്പോഴാണ് കംപ്ലീറ്റ് പവർ കിട്ടുന്നത്. 2000 1500 ഇടയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗിയർ നമുക്ക് നേരത്തെ ചേഞ്ച് ചെയ്യാം. ഇതിനൊരു വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് സിറ്റി കാർ ആയതുകൊണ്ട് ഇതിന് ലോ എൻഡ് ടോർക്ക് നല്ലോണം ഉണ്ട്. അതായത് നമുക്കിപ്പം തേർഡിലിട്ടിട്ട് 1000 താഴെ RPM വന്നാൽ പോലും ഗിയർ നോക്കിംഗ് ഇല്ല, ഒന്നുമില്ല, വണ്ടി അങ്ങ് പൊയ്ക്കോളും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പതുക്കെ ആണെങ്കിലും ആ സ്പീഡ് നമുക്ക് എപ്പോഴും ഗിയർ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഓവർടേക്ക് ചെയ്യുന്ന അപ്പോൾ ഹൈവേ റണ്ണൊക്കെ ആണെങ്കിൽ ഒരു 1500 RPM മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നല്ല സുഖമായിട്ട് പോകാം. 2000 മുകളിലാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണം, നല്ല പവറാണ് 3000 വരെ. പക്ഷെ നമ്മളങ്ങനെ അധികം ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ബാൻഡ് വിഡ്ത്ത് കീപ്പ് ചെയ്ത് നോർമൽ ഒരു പേസിൽ, അങ്ങനെ റാഷ് ഡ്രൈവിൻ്റെ ആളൊന്നും അല്ല. അപ്പം നല്ലൊരു എക്കണോമിക്കൽ ആയിട്ട് അങ്ങ് പോവും. എക്കണോമിക് ആണോ? നല്ല എക്കണോമിക് ആണ്. അത് ഞാൻ ഈ വണ്ടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം മറ്റുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്ത് എൻ്റെ സ്ഥിരം റൂട്ടാണ് ട്രിവാൻഡ്രം, കൊച്ചി. ഇതിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ മറ്റുള്ള വണ്ടി അടിക്കുന്ന അതേ എമൗണ്ടിൽ ഫ്യൂൽ അടിച്ചാൽ ട്രിവാൻഡ്രം പോയി തിരിച്ച് വന്നാലും എനിക്ക് ബാക്കി പെട്രോൾ ഇതിനകത്ത് കാണും. ഇപ്പം 20+ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നോർമലിൽ. ഓക്കെ, ഒരു യൂട്യൂബ് മറ്റേ ഈ മോട്ടോർ വെഹിക്കിൾ മറ്റേ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് 23 സംതിങ് മൈലേജ് ലഭിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാനുവൽ ആയതുകൊണ്ട് ഉറപ്പായിട്ട് അതിൽ മുകളിൽ നമുക്ക് കിട്ടാറുണ്ട്. 20 കിട്ടും. നമുക്ക് ഓൺ ബോർഡ് ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം. എൻ്റെ അച്ഛൻ ഇപ്പം ഭയങ്കര മെയിനായിട്ട് ഓടിക്കുന്ന ഒരാളാണ്. ഗിയർ അധികം ചേഞ്ച് ചെയ്യത്തില്ല, നല്ല റബ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. പുള്ളി ഓടിക്കുമ്പോഴും 15 ഒക്കെ അതിനകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 18 പോയിന്റ് സംതിങ് ഞാൻ സിറ്റിയിൽ യൂസ് ചെയ്തിട്ട് വരുന്നത്. പലരും സുസുക്കിയിലോട്ട് പോകുന്നത് മൈലേജ് വേണ്ടിയിട്ടാണ്. സുസുക്കി നല്ലൊരു മൈലേജ് ആണ്. 1.2 നല്ലൊരു മൈലേജ് ആണ്. അതിലും ബോഡി ക്വാളിറ്റി ഇതിലുണ്ട് എന്ന് തോന്നുന്നു. ബോഡി ക്വാളിറ്റി അത് നമുക്കറിയത്തില്ല. 2 സ്റ്റാറേ ഉള്ളൂ. അതെ, എയർ ബാഗ് ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ട്. പിന്നെ നമ്മൾ വാഹനം വാങ്ങിക്കുന്ന ആരും നമ്മൾ മനഃപൂർവ്വം ഇടിക്കത്തൊന്നും ഇല്ലല്ലോ. അത് ഇപ്പോൾ 5 സ്റ്റാർ ആണെങ്കിലും അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഓടിക്കുന്നത്. പക്ഷെ മെയിൻ നമ്മൾ സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ. അല്ല, എന്നിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് മൈലേജിന്റെ കാര്യമാണ്. മൈലേജ് നോക്കുമ്പോൾ സുസുക്കിയുടെ കാട്ടിൽ അല്ല അത്രയും തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ തന്നെയാണ്, കുറച്ചുകൂടെ ഫെസിലിറ്റി, കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഇപ്പം ഇപ്പം എൻ്റെ അനിയത്തി വെളിയിലാണ്. അവള് വിളിക്കുമ്പം വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറയുന്നത് വണ്ടി മിസ് ചെയ്യുന്നുണ്ടെന്നാണ്, ഡ്രൈവ് ചെയ്യാണ്. കാരണം ഭയങ്കര അവള് ഇതിനകത്താണ് പഠിച്ചത്. അപ്പോഴത്തേക്ക് പിന്നെ വിദേശത്ത് പോയി. അപ്പൊ അവള് ശരിക്കും പറഞ്ഞത് ക്യൂട്ട് വണ്ടിയാണ്. ചെറിയ വണ്ടി, നല്ലൊരു ഇതുണ്ട്. ഇപ്പോൾ ഐറ്റൻ്റെ ബോഡിയാണ്, മറ്റേ സാൻഡ്രോയുടെ ബോഡിയല്ല. ഐറ്റൻ്റെ ബോഡിയാണ്, കുറച്ചുകൂടി റിജിഡിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ ഐറ്റൻ്റെ സേഫ്റ്റിയും സാൻഡ്രോയുടെ ബാഡ്ജിങ് മാറി. ബോക്സ് ടോൾ ബോയ് ഡിസൈൻ ആയിരുന്നു പഴയ സാൻഡ്രോ. ഇത് അത്രയും ടോൾ ബോയ് ഇല്ലെങ്കിലും കംഫർട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഹൈറ്റിനുള്ള ആൾക്കാർക്ക് 4 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇരുന്ന് പോകാം. അതെ, 6 ഫീറ്റ് ഞാൻ ഓക്കെയാണ്. കാരണം അതായത് എൻ്റെ മെയിൻ ഒരു കൺസേൺ. അതെന്തായാലും ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ചെറിയൊരു വണ്ടിയാണ്, പക്ഷേ ഉണ്ട് എങ്ങനെ എഞ്ചിനീയറിംഗ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അകത്ത് നല്ലൊരു സ്പേസ് ഉണ്ട്. അതെ, അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അകത്ത് ബേജ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ ഒരു പ്രീമിയം വാഹനത്തിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി
ബാക്കി 2 വണ്ടി നമ്മളൊക്കെ നോക്കുന്നത് അത്രയും നമുക്ക് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ AC വെൻസ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ബെൻസിൻ്റെ ഒക്കെ പോലത്തെ AC വെൻസാണ്, മറ്റേ സിമ്പിളുള്ള ഇങ്ങനെ കറക്കുന്നത്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, സ്പീക്കർ ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയാണ്, പാട്ട് കേൾക്കാനുള്ള. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസേഴ്സ്, ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ അതുണ്ട്. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ടിയാഗോയ്ക്ക് അവർ ക്യാമറ ഇറക്കിയത്. പിന്നെ വാഗണാറിന് ഈ ഇടയ്ക്കാണ് മറ്റേ സ്ക്രീൻ വെച്ച് ഇറക്കിയത്. ആ സമയത്ത് മറ്റേ മ്യൂസിക് സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിവേഴ്സ് സെൻസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പവർ ഇതിനായിരുന്നു കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പം 1.2 ടിയാഗോ ഉണ്ടെങ്കിൽ അത് 3 സിലിണ്ടർ ആയിരുന്നു, ഇത് 4 സിലിണ്ടർ ആയിട്ട് റിഫൈൻമെൻ്റ് ഉണ്ട്. അത് എടുത്ത് പറയേണ്ടതാണ്, കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ക്രൂസിംഗ് സ്പീഡിൽ നല്ല നോയ്സ് ലെവലൊന്നുമില്ല, വണ്ടി സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ലോങ് പോകാറുണ്ട്, പത്തനംതിട്ട, അതിനൊക്കെ ട്രിവാൻഡ്രം ഒക്കെ. കൊച്ചിയിൽ ഞാൻ കൊച്ചിയിലായിരുന്നു, അപ്പം 1 മാസം 1.5 മാസത്തോളം ഇതായിരുന്നു എൻ്റെ വാഹനം. അതെ, അത് ഈസിയാണ്, സിറ്റിയിൽ കൂടെ പോകാനും ഈസിയാണ്, അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അടുത്തത് അറിയേണ്ടത് സർവീസിൻ്റെ കാര്യമാണ്. സർവീസ് കോസ്റ്റ് എത്രയായി? 10,000 20,000 ഒക്കെ സർവീസസ്? എനിക്ക് തോന്നുന്നു ഈ ഒരു സർവീസിനായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ഓൾമോസ്റ്റ് 7,000, ഈ 3 ദിവസം മുമ്പ് ഞങ്ങൾ സർവീസ് നടത്തിയത്. 7,000 കിലോമീറ്റേഴ്സ്, 7,000 റുപ്പീസോളം ആയി. അത് മെയിൻലി കാരണം അതിൻ്റെ ഒരു ഓയിലിന് എക്സ്പെൻസീവ് ആയിരുന്നു. അത് ഞങ്ങൾ സിന്തറ്റിക് ഓയിൽ തന്നെ ഞങ്ങൾ ചോദിച്ച് ചെയ്തതാണ്. കാരണം അത് എഞ്ചിന് കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ഉണ്ട്, നല്ല പെർഫോമൻസും മൈലേജും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് ഈ എമൗണ്ടിൻ്റെ പാതിയായി. അപ്പോൾ ഹുണ്ടായുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവർ സർവീസ് ക്യാമ്പ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിലാണ് ഒരു ദിവസമാണ് ഞങ്ങളിത് സർവീസിന് കൊണ്ടുവരുന്നത്. ഓൾമോസ്റ്റ് 15% ലെസ് കോസ്റ്റ് നമുക്ക് ചെയ്യുന്നുണ്ട്. സർവീസ് വി ആർ വെരി ഹാപ്പി ഹുണ്ടായുടെ. അതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഹുണ്ടായി തന്നെ പോയത്. പ്രിഫർ ചെയ്യും. അതെ, അവരുടെ കാരണം മാരുതിയാണ് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെക്കൻഡ് ഹുണ്ടായി എന്ന് നമ്മൾ പറയും. പക്ഷേ വി ആർ ഹാപ്പി വിത്ത് ഹുണ്ടായി സർവീസ് ഡീൽ. അപ്പോൾ നമ്മൾ ചെന്നാൽ തന്നെ നമുക്ക് അറിയാം നമ്മൾ ആരാണ്, സാറിന് ഇത്രയും വണ്ടിയില്ലേ, ഈ വണ്ടിയില്ലേ, എന്താ പ്രശ്നം, ഫുൾ നമ്മളോട് എല്ലാം പറഞ്ഞു തരും. അതെ, നേരത്തെ പറഞ്ഞു നമുക്ക് അറിയാത്തൊരു ഫോൾട്ട് തന്നെ അവർ കണ്ടുപിടിച്ചിട്ട് ഫ്രീ ആയിട്ട് നമുക്കത് മാറ്റി തന്നു വാറണ്ടിയിൽ തന്നെ. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അത്തരം കാര്യങ്ങളെല്ലാം ഹാപ്പിയാണ്. അതെ, ഓക്കെ. ഇനിയും അറിയേണ്ടത് ഇതിൻ്റെ നെഗറ്റീവ്സ് ആണ്. എന്തൊക്കെ നെഗറ്റീവ്സ് ഇത്രയും നാൾ ഫീൽ ചെയ്തു? പുതിയൊരാൾ എടുക്കാൻ നോക്കുന്നവർക്ക് നെഗറ്റീവ്സ് കൂടെ അറിയണമല്ലോ. നെഗറ്റീവ്സ് ഭയങ്കര പവറുള്ള വണ്ടി പ്രതീക്ഷിച്ചത് പോകണ്ട. എന്നുവെച്ചാൽ ഒരു സിംപ്ലി നമ്മൾ ലെഷർ ഡ്രൈവ് നല്ല സ്കാമായിട്ട് ഓടിക്കുന്നവർക്ക് ഇത് നല്ല ബെസ്റ്റാണ്. ഭയങ്കര പവർ എന്തായാലും ഇതിന് വരുന്നില്ല. പക്ഷേ നമ്മളൊരു വണ്ടി ഓടിച്ച് നമ്മൾ അതിനോട് അഡാപ്റ്റ് ആകുമ്പോൾ നമുക്കത് പ്രോബ്ലം ഇല്ലാതായിക്കോളും. ഫോർ എക്സാമ്പിൾ വലിയ വണ്ടി എന്നൊക്കെ ഇപ്പോൾ വെന്യൂന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പവറിൻ്റെ ഇതിലൊക്കെ വെച്ച് ഇത് ചവിട്ടുകയാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിനകത്തുണ്ട്. പിന്നെ വേറൊരു നെഗറ്റീവ്, ചില ഫീച്ചേഴ്സൊക്കെ ലോഡഡാണ് ഇത്. വേറൊരു എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ പവർ വിൻഡോ സ്വിച്ച് എന്ന് പറയുന്നത് സെൻട്രലാണ്. 4 ഡോറും പവർ വിൻഡോ ആണ്. ബാക്കിലത്തെ 2 ഡോറിന് ഇൻഡിവിജ്വൽ പവർ വിൻഡോസ് ഉണ്ട്. ഫ്രണ്ടും പിന്നെ കോമൺ ആയിട്ടുള്ള പവർ വിൻഡോ സാധാരണ നമ്മുടെ കാറിൻ്റെ ഈ ഡോറിലാണ് കാണുന്നത്, ഈ നടുക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരു ജനൽ തുറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും എത്തി തുറക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. മോസ്റ്റ് പ്രോബ്ലി സംഭവിക്കുന്നത് നമുക്ക് ഏത് വിൻഡോ ആണോ തുറക്കേണ്ടത് അത് ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ തുറന്നിരിക്കും. പിന്നെ രാത്രി ആയാൽ ഇത് ബാക്ക്ലിറ്റ് അല്ല, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ കൈവച്ചൊക്കെ തപ്പി തുറക്കണം. അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് അവർക്ക് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു, ചില കോസ്റ്റ് കട്ടിങ് ആണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിൻഷീൽഡ് വാഷർ നമ്മൾ ബാക്കി എല്ലാ വണ്ടിയിലും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ തന്നെത്താനെ നടക്കും. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരു സംഭവം തന്നത്തെ വൈപ്പർ ഓൺ ചെയ്യണമെങ്കിൽ മുകളിലോട്ട് ആക്കണം. ഓ, അങ്ങനെ ഉണ്ടല്ലേ? വെള്ളം ഒഴിച്ചാൽ വെള്ളം മാത്രം വരും, വെള്ളം വരുന്നതിന്റെ കൂടെ വരില്ല. ഇല്ല, വൈപ്പർ ഓൺ ആവില്ല. നമ്മളത് മറ്റേ 1 ടൈം മുകളിലോട്ട് വെക്കണം, അത് ഓൺ ആവും. ടോപ്പ് വേരിയന്റ് റിയർ വൈപ്പർ ഉണ്ട്. റിയർ വൈപ്പർ, റിയർ ഡീഫോഗർ ഉണ്ട്, ബാക്കിൽ AC വെന്റ് ഉണ്ട്. അത് വലിയൊരു ബൂണാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിന്. അതൊരു വലിയൊരു ബൂണാണ്. കാരണം നമ്മൾ കാരണം ഒത്തിരി ഗ്ലാസ് ഏരിയ ഉണ്ടായാണ് ചില സമയത്ത് പാർക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ചൂടാണ്. ഇതിന്റെ AC ഭയങ്കര പവർഫുള്ളാണ്. ഞങ്ങള് 4 സ്പീഡ് ഉണ്ടെങ്കിലും മോസ്റ്റ്ലി നമ്മൾ കയറുമ്പോൾ സെക്കൻഡിൽ ഇട്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇടാറേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല തണുപ്പാണ്. തെർമോസ്റ്റാറ്റ് ഞങ്ങൾ ആ റെഡിൻ്റെ അടുത്തൊക്കെയാണ് വെക്കുന്നത്. കാരണം ഇങ്ങനെ വെച്ചാൽ നല്ല തണുപ്പുണ്ട്. കാരണം ബാക്കിൽ AC വെന്റ് ഉണ്ടായത് നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹോട്ട് ഡേ ആയാലും അത് കൂളിംഗ് ഒരു പ്രശ്നമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. സീറ്റ്സ് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ അതിൽ ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ I10 ഇറങ്ങിയ സമയം മുതൽ അതിന് മുമ്പത്തെ സാൻഡ്രോ ഒക്കെ പ്രത്യേക ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ I10 ഇറങ്ങിയപ്പം മുതൽ ഈ ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റ് എന്ന സംഗതി വന്നു ബാക്കി എല്ലാ വണ്ടിയിലും. പിന്നെ സാൻഡ്രോ ഉൾപ്പെടെ അവർ ഒറ്റ ഷീറ്റുള്ള ഈ ഹെഡ് റെസ്റ്റ് വന്നു. അത് നമുക്ക് ഈ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പം അത് പഴയ രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് പോലെ ആക്കുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു യൂസ്ഡ് കാർ നോക്കുന്നവർക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കോ സാൻഡ്രോയിലോട്ട് പോകാൻ പറ്റും അല്ലേ? ഈ ഒരു റിക്വയർമെന്റ്സ് ഒക്കെ ഉള്ളവർക്ക് സാൻഡ്രോ സജസ്റ്റ് ചെയ്യും അല്ലേ? അതെ അതെ, സാൻഡ്രോയുടെ ഓട്ടോമാറ്റിക് വേരിയന്റും ഉണ്ട്, സ്മാർട്ട് ഓട്ടോ. എനിക്കൊന്ന് AMT ഹുണ്ടായി ആദ്യമായിട്ട് ഇറക്കിയത് സാൻഡ്രോയിലാണ്. സോ ഓട്ടോമാറ്റിക് വേണ്ടവർക്കും നല്ലൊരു ഓപ്ഷൻ തന്നെ സാൻഡ്രോ. മൈലേജും കിട്ടും. അതെ, മൈലേജും ഉണ്ട്. അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഹൈവേ റൺ ആണ്, പക്ഷെ എന്നാലും ഒരു 12, 13, 15 ഒക്കെ കിട്ടും. സർവീസ് കോസ്റ്റും വളരെ കുറവാണ്. പിന്നെ നല്ല 1.1 ലിറ്റർ നല്ലൊരു എഞ്ചിനാണ്, റിഫൈൻമെന്റ് ഉണ്ട് ഇതിന്. അതിന് അല്ല സാൻഡ്രോ. പിന്നെ CNG അവൈലബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. CNG ഓപ്ഷനും ഉണ്ട്, കമ്പനി ഫിറ്റഡ് ഫാക്ടറി ഫിറ്റഡ് CNG ഓപ്ഷനും ഉണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഹുണ്ടായി ഫോഗ് ലാംപ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വെന്യൂ കട്ട് ചെയ്ത് ഗ്രാൻഡ് ഐറ്റനിലെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് ഹെഡ്ലൈറ്റ് വേറെ ഒന്നും, ഹെഡ്ലൈറ്റിന് അത്രയും വലിയ ഫോഗ് ലാമ്പാണ് ഇതിനുള്ളത്. അതെ, പക്ഷേ നല്ല വിസിബിലിറ്റി രാത്രി നല്ല പവർഫുൾ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഹോൺ സ്റ്റോക്ക് വന്നത് ഞാൻ ഒന്ന് മാറ്റിയായിരുന്നു. കാരണം നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു ഹോണാണ്. നമ്മൾ KSRTC ഒക്കെ പോലെ വലിയ വണ്ടി വന്നിട്ട് ചെറിയൊരു ഹോൺ, അതുകൊണ്ട് ഹൈവേയിലൊക്കെ പോകുമ്പോൾ ആരും കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റി റൂട്ട്സിൻ്റെ ഒരു ഹോൺ വെച്ചു. അതേ ഉള്ളൊരു റീപ്ലേസ്മെന്റ് ആണ് ഞാൻ ചെയ്തത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ സ്റ്റിയറിംഗിന്റെ ഇത് സിസ്റ്റം മാറ്റി എന്നല്ലാതെ വേറെ ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വളരെ നന്ദി. അപ്പം ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് കാർ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കാറായിട്ടോ ഒരു സിറ്റി യൂസ് കാറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ ഓപ്ഷനാണ് സാൻഡ്രോ എന്നതാണ് ഇതിൻ്റെ യൂസറിൻ്റെ അഭിപ്രായം. അത്യാവശ്യം ഞാൻ മൈലേജ് അത്രയും പ്രതീക്ഷിച്ചില്ല. മൈലേജ് 20+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നോർമൽ യൂസിന് എന്തായാലും 15+ കിട്ടാറുണ്ട്. അത് ഇനഫാണ്. നമ്മൾ സുസുക്കിയുടെ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇതിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും സാൻഡ്രോ നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പലർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.